നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 43 വയസ്സുണ്ട് റിക്കാർഡോ കക്കക്ക്. അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കളിക്കാനല്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തംബ്നെയിലിൽ ഇതാ സെലക്കാവോയിലേക്ക് മടങ്ങിയെത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് കക്ക പറഞ്ഞത് അങ്ങനെ അങ്ങ് ഇട്ട് എന്നേ ഉള്ളൂ. സോ റിക്കാർഡോ കക്ക പറയുന്നു, അദ്ദേഹം കേസ് ടിവിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇഫ് ദി ഓപ്പർച്യൂണിറ്റി അറൈസസ്, അവസരം വരികയാണെങ്കിൽ ഐ ആം റെഡി ടു റിട്ടേൺ ടു ദി സെലക്കാവോ, ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഞാൻ ഒരുക്കമാണ്. ആഞ്ചലോട്ടിയുടെ കീഴിൽ മടങ്ങിയെത്താൻ ഞാൻ ഒരുക്കമാണ്, ഞാൻ അതിന് പ്രിപ്പയർഡാണ്. 2017 മുതൽ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബിസിനസ് കോഴ്സ് എടുത്തു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സ് ബിസിനസ് കോഴ്സ് എടുക്കുകയുണ്ടായി. കൂടാതെ കോച്ചിങ് കോഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. CBF ഞാൻ കോച്ചിങ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേശീയ ടീമിനോടൊപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, വേൾഡ് കപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ബ്രസീലിയൻ ടീമിനെ സഹായിക്കാൻ, ആഞ്ചലോട്ടിക്ക് കീഴിൽ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ കാസി ടിവിയോട് റിക്കാർഡോ കക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു കോച്ചിങ് ലിസ്റ്റൊക്കെ നേരത്തെ ഗ്ലോബോ പുറത്തുവിട്ടിരുന്നു, അതിൽ കക്കയുടെ പേരില്ല. പക്ഷേ കക്ക വന്നേക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ ഇപ്പോഴും സജീവമാണ്. ഏതായാലും നേരത്തെ AC മിലാനിൽ ഒരുമിച്ച് ആഞ്ചലോട്ടിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് റിക്കാർഡോ കക്ക എന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടി കോച്ചും കക്ക കളിക്കാരനുമായിട്ട്. മാത്രമല്ല ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 92 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് വേൾഡ് കപ്പിൽ അടക്കം മുത്തമിട്ടിട്ടുള്ള താരത്തിന്റെ സാന്നിധ്യം ബ്രസീൽ ക്യാമ്പിൽ ഉണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ആഞ്ചലോട്ടി എന്ത് തീരുമാനിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.